ഹായ് വെൽക്കം ഓൾ പാസീവ് ഇൻകം മാസ്റ്ററി ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, വാട്ട് ഈസ് എ പാസീവ് ഇൻകം? പാസീവ് ഇൻകം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. ഇത് സിമ്പിളായിട്ട് ഞാൻ കമ്പാരിസൺ ചെയ്തല്ലേ. നിങ്ങളിപ്പോൾ 9 to 5 ജോബ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഓൾ ടൈം, ഓൾ ഡേ, ഓൾ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പാസീവ് ഇൻകം ആയിട്ട് കരുതണ്ട. പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എടുക്കുന്ന ടൈം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾ ഇട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി, ക്വാർട്ടർലി നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് പണം വന്നുകൊണ്ടിരിക്കും. ഇതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇത് വെറുതെ വരില്ല, അതിന് കറക്റ്റ് പ്രോസസ്സ് ഉണ്ട്. പാസീവ് ഇൻകം ഇസ് എ മണി ഏൺഡ് വിത്ത് എ മിനിമൽ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ്. നിങ്ങൾക്ക് കുറച്ച് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാസീവ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അൺലൈക്ക് ട്രഡീഷണൽ എംപ്ലോയ്മെൻറ്റ് വെർ യു ട്രേഡ് ടൈം ഫോർ മണി. നിങ്ങൾ സാധാരണ ട്രഡീഷണൽ എംപ്ലോയ്മെൻ്റ് ആണ് നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പണം കിട്ടുള്ളൂ, അല്ലേ? എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഫുൾ ടൈം വർക്ക് ചെയ്യാൻ തയ്യാറാവും. പാസീവ് ഇൻകം സ്ട്രീംസ് കണ്ടിന്യൂ ടു ജനറേറ്റ് എ റവന്യൂ ഈവൻ when you are not actively working on them. അതായത് നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കുള്ള പണം അത് വന്നുകൊണ്ടിരിക്കും. അതിന് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എഫേർട്ട് എടുത്താൽ മാത്രം മതി. ദി ഗോൾ ഈസ് ടു ക്രിയേറ്റ് എ സസ്റ്റൈനബിൾ ഇൻകം സോഴ്സ് ദാറ്റ് പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഫ്രീഡം. ഈ ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് അറിയാം? സസ്റ്റൈനബിൾ ഇൻകം, അതായത് അറ്റുപോകാത്ത പണം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം ലൈഫിൽ സന്തോഷമല്ലേ വേണ്ടത്. ആ സന്തോഷം നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് പാസീവ് ഇൻകം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാസീവ് ഇൻകം നിങ്ങൾ മനസ്സിലാക്കി അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നേടാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടോ, അവിടെ നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ്. Then key characteristics of passive income. Minimal ongoing effort. നിങ്ങൾ ആദ്യം കുറച്ചൊരു എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്ന് വെച്ചിട്ട് നിങ്ങൾ ലൈഫ് ലോങ് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയം, എൻ്റെ സൗണ്ട്, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലേ? എന്നാൽ ഇത് വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഇതെപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ അപ്ഡേഷൻ അനുസരിച്ചിട്ട് ചില ലെസൺസും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നോക്കട്ടുള്ളൂ. ഇതാണ് മിനിമൽ ഓൺ ഗോയിങ് എഫേർട്ട്. പിന്നെ റിക്കറിംഗ് റവന്യൂ ആൻഡ് ഇൻകം ഈസ് ജനറേറ്റഡ് ഓൺ എ റെഗുലർ ബേസിസ് സച്ച് ആസ് മന്ത്ലി, ക്വാർട്ടർലി വിതൗട്ട് നീഡിങ് കോൺസ്റ്റൻറ്റ് വർക്ക്. അതായത് അധികം എഫേർട്ട് ഇല്ലാതെ നമുക്ക് മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി നമുക്ക് പണം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഈ എങ്ങനെ പണം വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്കെയിലബിലിറ്റി, നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിനെ സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഇൻകം കുറയ്ക്കണോ, ഈ മാസം കുറയ്ക്കാം, ഈ മാസം ഇൻകം കൂട്ടാം. അതിനനുസരിച്ച് നിങ്ങളുടെ എഫേർട്ട് കുറച്ച് കൊടുത്താൽ മതി. എന്നാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മെനി പാസീവ് ഇൻകം സ്ട്രീംസ് ക്യാൻ ബി സ്കെയിൽഡ്, മീനിങ് ദ ഇൻകം ക്യാൻ ഗ്രോ വിതൗട്ട് എ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ എഫേർട്ട് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ടൈപ്സ് ഓഫ് എ പാസീവ് ഇൻകം, അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ്, ഓൺലൈൻ ബിസിനസ്സസ് ആൻഡ് ഡിജിറ്റൽ പ്രോഡക്റ്റ്, കണ്ടന്റ് ക്രിയേഷൻ, റോയാലിറ്റി. 5 ടൈപ്പാണ് നമുക്കിവിടെ നോക്കുന്ന സമയത്ത് പാസീവ് ഇൻകം എന്നുള്ളത്. എന്നാൽ ഇത് മാത്രമല്ല, ഡയറക്റ്റ് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓൾസോ പാസീവ് ഇൻകം മെത്തേഡ് തന്നെയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആക്റ്റീവായിട്ട് ഉള്ള ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ്. ആക്ച്വലി അതൊരു ലൈവായിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഒരു ടീം ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ടീമിൽ എത്രത്തോളം ബിസിനസ് നടക്കുന്നു അതിൻ്റെയൊക്കെ ഇൻകം എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു പാസീവ് ഇൻകം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ഡിവിഡൻഡ് സ്റ്റോക്ക്, റിയൽ എസ്റ്റേറ്റ്, ബോണ്ട്സ്, ഓൺലൈൻ ബിസിനസ് പറയുകയാണെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ്, ഇതൊക്കെ നമുക്ക് പാസീവ് ഇൻകം മെത്തേഡ്സ് ആണ്. ഡിജിറ്റൽ പ്രൊഡക്ട്സ്, ഇ ബുക്ക്, ഓൺലൈൻ കോഴ്സ്. ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഓൺലൈൻ കോഴ്സാണ്. അതുപോലെ തന്നെ ആക്ച്വലി ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങും ഞാൻ ഒരു സൈഡായിട്ട് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. കാരണം അത് പ്രൂവൺ ടെക്നോളജിയാണ്. മാത്രമല്ല ലൈഫ് ലോങ് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഞാൻ ചൂസ് ചെയ്തുള്ള 2 മേഖലകളാണത്. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ, ബ്ലോഗിങ്, യൂട്യൂബ് ആൻഡ് റിയാലിറ്റി, ക്രിയേറ്റീവ് വർക്ക്സ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു പാസീവ് ഇൻകം കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന മെയിൻ സ്ട്രീംസ് ആണ്. പിന്നെ നമുക്ക് സ്റ്റെപ്പ് 2 ക്രിയേറ്റ് പാസീവ് ഇൻകം. എങ്ങനെയാണ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഡൗട്ട്സ് നമുക്കിവിടെ ക്ലിയർ ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നിങ്ങൾ എന്താണ് പാഷനേറ്റ് ആയിട്ടുള്ളത്, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു നിച്ച് സെലക്ട് ചെയ്യുക, ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക. ചൂസ് എ നിച്ച് ദാറ്റ് അലൈൻസ് വിത്ത് യുവർ ഇൻട്രസ്റ്റ്സ് ആൻഡ് ഹാസ് മാർക്കറ്റ് ഡിമാൻഡ്. ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്,
invest time, effort, money to set up your passive income stream. This could involve creating content, building a website, and purchasing asset. Then automate and optimize. Use tools and system to automate process. For example, schedule post and automate email marketing, or hire a property manager for a real estate investment. ഇവിടെ ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ്സിനനുസരിച്ചിട്ട് നമുക്കിവിടെ പ്രോസസ്സ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എല്ലാതും ഒരുപോലെ ആകില്ല, എല്ലാ പാസീവ് ഇൻകം മെത്തേഡ്സും ഒരുപോലെ ആകില്ല, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിലാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ എഫേർട്ട് കൂടുതൽ ആവശ്യമാണ്. കസ്റ്റമേഴ്സുമായിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. എന്നാൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ഒരു കോഴ്സ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സമയം, എൻ്റെ എഫേർട്ട്, എൻ്റെ സൗണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാവശ്യമുള്ള അപ്ഡേഷൻസ് കൊടുക്കുക, ചേഞ്ചസ് കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഇത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. പിന്നെ എക്സാക്റ്റ് കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യുക, അവരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കുക, സെല് ചെയ്യുക. അതും നമുക്ക് പല രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് AI ടൂളുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, വെബ്സൈറ്റുകൾ, വാട്സപ്പ്, അങ്ങനെയുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ നമുക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റ് ആൻഡ് പ്രൊമോട്ട്, മോണിറ്റർ ആൻഡ് മെയിൻറ്റെയിൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ചും മാർക്കറ്റ് ട്രെൻഡ്സ് അനുസരിച്ച് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മോണിറ്റർ ചെയ്യുക, നമ്മളിത് കറക്റ്റാണോ നടക്കുന്നത്, കറക്റ്റ് ഇൻകം വരുന്നുണ്ടോ, കുറവാണോ കൂടുതലാണോ ഇൻകം വരുന്നത്, അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് വൺ ബൈ വൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താണ് ഈ പാസീവ് ഇൻകത്തിൻ്റെ ബെനിഫിറ്റ്? യെസ്, ഫൈനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്ലെക്സിബിലിറ്റി, ഡൈവേഴ്സിഫിക്കേഷൻ, സ്കെയിലബിലിറ്റി. ഓക്കെ, ഏകദേശം 4 പോയിന്റ്സ് കാണുന്നുണ്ടല്ലേ. കാരണം നിങ്ങളിപ്പോൾ ആലോചിക്കുക, നിങ്ങൾക്കിപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നുണ്ടോ, ടൈം ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടോ, ഒക്കെ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങളിപ്പോഴും പാസീവ് ഇൻകം ലഭിക്കുന്നില്ല എന്നതാണ് അർത്ഥം. കാരണം നിങ്ങൾ ചിലപ്പം 9 to 5 ജോബായിരിക്കാം, സ്വന്തം ബിസിനസ് റൺ ചെയ്യുന്നുണ്ടായിരിക്കും, ബിസിനസ്സിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പോൾ കസ്റ്റമറെ കാണണം, ക്യാഷ് മേടിക്കണം, മാർക്കറ്റിംഗ് എല്ലാം നിങ്ങൾ തന്നെയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് നടക്കില്ല. എന്നാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചൊരു എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ പാസീവ് ഇൻകത്തിലൂടെ ഫൈനാൻഷ്യൽ ഫ്രീഡം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ടൈം ഫ്ലെക്സിബിലിറ്റി, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ്, നമുക്ക് ഒരുപാട് ഇതേ ഒരു മെത്തേഡ് വിജയിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് മറ്റു പല രീതിയിലേക്ക് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻകം സ്ട്രീമുകൾ ഡെവലപ്പ് ചെയ്യാം വിത്തൗട്ട് എനി എഫേർട്ട്. പിന്നെ സ്കെയിലബിലിറ്റി, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ചലഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നാളെ തന്നെ നിങ്ങൾക്ക് പാസീവ് ഇൻകം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ടൈം, എഫേർട്ട്, മണി നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ ലോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്, എന്നാൽ ഹൈ റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനീഷ്യൽ എഫേർട്ട്, ഓക്കെ, ഇനീഷ്യൽ എഫേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കണം. പിന്നെ മാർക്കറ്റ് റിസ്ക്, ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചസോ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് മെയിൻ്റനൻസ്. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അതെല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. കറക്റ്റ് മെയിൻ്റനൻസ് വേണം. ഇനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വാഴ നട്ടു, ആ വാഴ നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളവും വളവും കൊടുത്തിട്ടില്ല എങ്കിൽ അത് മഴ ആയിക്കോട്ടെ വെയിലായിക്കോട്ടെ അത് നശിച്ചു പോകും. എന്നാൽ നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെ എന്ത് ചെയ്യും, നല്ലൊരു വാഴക്കൊല നിങ്ങൾക്ക് കിട്ടും അല്ലേ. അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ കഴിക്കാം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആ വാഴയ്ക്ക് ചുറ്റും കുഞ്ഞു വാഴകൾ മുളച്ച് വരും. ആ വാഴകൾ നിങ്ങൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവയും വലുതായി വരും. അതിൽ നിന്ന് ഒരുപാട് പഴങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഇതൊരു പ്രോസസ്സാക്കി നിങ്ങൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഫൈനാൻഷ്യൽ സിറ്റുവേഷനാണോ, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നിങ്ങളിപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ടായിരിക്കാം, ടൈം കൂടുതൽ എടുക്കുന്നുണ്ടായിരിക്കാം, ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടിരിക്കണം അല്ലേ. അത് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ പണം ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും. യെസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ റെഡിയാണോ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ഡ്രീമുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങളൊന്ന് മാറ്റി വെച്ചോ, എന്നിട്ട് വർക്ക് ചെയ്തോ. അത് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.